തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 7. എലീശ പറഞ്ഞു, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളിച്ചെയ്യുന്നു, നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ശെക്കേലിനും 2 അളവ് ബാർലി 1 ശെക്കേലിനും വിൽക്കപ്പെടും. രാജാവ് പടനായകൻ്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ? എലീശ പ്രതിവചിച്ചു, നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല. 4 കുഷ്ഠരോഗികൾ പ്രവേശന കവാടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, നാം മരിക്കുമ്പോളും ഇവിടെ ഇരിക്കുന്നത് എന്തിന്? നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ ക്ഷാമം, നാം മരിക്കും. ഇവിടെ ഇരുന്നാലും മരിക്കും. വരുവീൻ, നമുക്ക് സിറിയാക്കാരുടെ പാളയത്തിലേക്ക് പോകാം. അവൻ ജീവനെ രക്ഷിച്ചാൽ നാം ജീവിക്കും, അവർ കൊന്നാൽ മരിക്കും. അങ്ങനെ ആ സന്ധ്യയ്ക്ക് അവർ സിറിയാക്കാരുടെ പാളയത്തിലേക്ക് പോയി. പാളയത്തിൻ്റെ അരികിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം രഥങ്ങളും കുതിരകളും അടങ്ങിയ ഒരു വലിയ സൈന്യത്തിൻ്റെ ശബ്ദം കർത്താവ് സിറിയൻ സൈന്യത്തെ കേൾപ്പിച്ചു. അവർ പരസ്പരം പറഞ്ഞു, ഇതാ ഇസ്രായേൽ രാജാവ് നമ്മെ ആക്രമിക്കുന്നതിന് ഹിത്യരുടെയും ഈജിപ്തുകാരുടെയും രാജാക്കന്മാരെ കൂലിക്കെടുത്തിരിക്കുന്നു. അങ്ങനെ അവർ ആ സന്ധ്യയ്ക്ക് പാളയവും കുതിരകളും കഴുതകളും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് പലായനം ചെയ്തു. കുഷ്ഠരോഗികൾ പാളയത്തിൽ കടന്ന് ഭക്ഷിച്ച് പാനം ചെയ്തിട്ട് അവിടെയുണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളും എടുത്ത് ഒളിച്ചുവെച്ചു. മറ്റൊരു കൂടാരത്തിൽ കടന്ന് അവിടെയുണ്ടായിരുന്ന സാധനങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവെച്ചു. പിന്നെ അവർ പരസ്പരം പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സദ്വാർത്തയുടെ ദിവസമാണ്. നാം പ്രഭാതം വരെ മിണ്ടാതിരുന്നാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനാൽ രാജകൊട്ടാരത്തിൽ വിവരമറിയിക്കാം. അവർ നഗരവാതിൽക്കൽ കാവൽക്കാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ സിറിയൻ പാളയത്തിൽ പോയി. കെട്ടിയിട്ട കുതിരകളും കഴുതകളും ഒഴികെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കൂടാരങ്ങൾ അതേപടി കിടക്കുന്നു. കാവൽക്കാർ കൊട്ടാരത്തിൽ വിവരമറിയിച്ചു. രാജാവ് രാത്രിയിൽ എഴുന്നേറ്റ് സേവകരോട് പറഞ്ഞു, സിറിയക്കാർ നമുക്കെതിരെ എന്താണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറയാം. നാം വിശന്നിരിക്കുകയാണെന്ന് അവർക്കറിയാം. അതിനാൽ നാം നഗരത്തിന് പുറത്ത് കടക്കുമ്പോൾ നമ്മെ ജീവനോടെ പിടിക്കുകയും തങ്ങൾക്ക് നഗരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് അവർ പാളയത്തിന് പുറത്ത് വെളിമ്പ്രദേശത്ത് ഒളിച്ചിരിക്കുകയാണ്. ഒരു സേവകൻ പറഞ്ഞു, ശേഷിച്ചിരിക്കുന്നവയിൽ നിന്ന് 5 കുതിരകളുമായി കുറച്ചുപേർ പോകട്ടെ. നശിച്ചു കഴിഞ്ഞ ഇസ്രായേൽ ജനത്തിൻ്റെ വിധി തന്നെയായിരിക്കും അവശേഷിച്ചിരിക്കുന്നവർക്കും. നമുക്കവരെ അയച്ചു നോക്കാം. പോയി നോക്കൂ എന്ന് പറഞ്ഞ് രാജാവ് തേരാളികളുടെ 2 സംഘത്തെ സിറിയാക്കാരുടെ പാളയത്തിലേക്ക് അയച്ചു. അവർ ജോർദാൻ വരെ ചെന്നു. പാഞ്ഞുപോയ സിറിയാക്കാർ ഉപേക്ഷിച്ച വസ്ത്രങ്ങളും ആയുധങ്ങളും വഴിനീളെ ചിതറിക്കിടക്കുന്നത് അവർ കണ്ടു. ദൂതന്മാർ മടങ്ങി വന്ന് രാജാവിനോട് വിവരം പറഞ്ഞു. അനന്തരം ജനം സിറിയാക്കാരുടെ പാളയത്തിൽ കടന്ന് കൊള്ളയടിച്ചു. അങ്ങനെ കർത്താവ് അരുളി ചെയ്തതുപോലെ ഒരളവ് നേരിയ മാവ് 1 ശെക്കേലിനും 2 അളവ് ബാർലി 1 ശെക്കേലിനും വിൽക്കപ്പെട്ടു. രാജാവ് തൻ്റെ അംഗരക്ഷകനെ പടിവാതിലിൻ്റെ ചുമതല ഏൽപ്പിച്ചു. പടിവാതിൽക്കൽ തിങ്ങിക്കൂടിയ ജനം ചവിട്ടിമെതിച്ച് അവൻ മരിച്ചു. തൻ്റെ അടുത്ത് വന്ന രാജാവിനോട് ദൈവപുരുഷൻ പറഞ്ഞിരുന്നതുപോലെ സംഭവിച്ചു.
ദൈവപുരുഷൻ രാജാവിനോട് 2 അളവ് ബാർലി 1 ഷെക്കേലിനും 1 അളവ് നേരിയ മാവ് 1 ഷെക്കേലിനും നാളെ ഈ സമയം സമര്യായുടെ കവാടത്തിൽ വിൽക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ, കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് സംഭവിക്കുമോ എന്ന് ഈ പടത്തലവൻ ദൈവപുരുഷനോട് ചോദിച്ചിരുന്നു. അതിനാൽ ദൈവപുരുഷൻ, നീ സ്വന്തം കണ്ണുകൊണ്ടത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല എന്ന് ഉത്തരം നൽകി. അങ്ങനെ അത് സംഭവിച്ചു. ജനം പടിവാതിൽക്കൽ അവനെ ചവിട്ടിമെതിച്ച് അവൻ മരിച്ചു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 8. ക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ്. താൻ പുനർജീവിപ്പിച്ച കുട്ടിയുടെ അമ്മയോട് എലീഷ പറഞ്ഞിരുന്നു, നീയും കുടുംബവും വീട് വിട്ട് കുറച്ചുകാലം എവിടെയെങ്കിലും പോയി താമസിക്കുക. കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും. അത് 7 വർഷം നീണ്ടു നിൽക്കും. അവൾ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. അവളും കുടുംബവും ഫിലിസ്ത്യരുടെ നാട്ടിൽ പോയി 7 കൊല്ലം താമസിച്ചു. അതിനുശേഷം അവൾ മടങ്ങി വന്ന് രാജാവിനോട് തൻ്റെ വീടും ഭൂമിയും തിരികെ തരണമെന്ന് അപേക്ഷിച്ചു. എലീഷ ചെയ്ത വൻ കാര്യങ്ങൾ അവൻ്റെ ഭൃത്യൻ ഗഹസിയോട് രാജാവ് ചോദിച്ചറിയുകയായിരുന്നു. എലീഷ മരിച്ചവനെ ജീവിപ്പിച്ച കാര്യം അവൻ രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കെ, ജീവൻ വീണ്ടുകിട്ടിയ കുട്ടിയുടെ അമ്മ രാജാവിൻ്റെ അടുത്തു വന്ന് തൻ്റെ വീടും ഭൂമിയും ആവശ്യപ്പെട്ടു. ഉടനെ ഗഹസി, രാജാവേ, ഇവളുടെ മകനെയാണ് എലീഷ പുനർജീവിപ്പിച്ചതെന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചപ്പോൾ അവൾ വിവരം പറഞ്ഞു. അവളുടെ വസ്തുവകകളും നാട് വിട്ടപ്പോൾ മുതൽ ഇന്നുവരെയുള്ള അവയുടെ ആദായവും അവൾക്ക് തിരികെ കൊടുക്കാൻ രാജാവ് ഒരു സേവകനെ നിയോഗിച്ചു. എലീഷായും ഹസായേലും. അക്കാലത്ത് എലീഷ ദമാസ്കസിലെത്തി. സിറിയ രാജാവായ ബെൻഹദാദ് രോഗഗ്രസ്തനായിരുന്നു. ദൈവപുരുഷൻ വന്നെന്നറിഞ്ഞ് രാജാവ് ഹസയേലിനോട് പറഞ്ഞു, നീ ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗവിമുക്തനാകുമോ എന്ന് കർത്താവിനോട് ആരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുക. അവൻ ദൈവപുരുഷനെ കാണാൻ ചെന്നു. ദമാസ്കസിൽ നിന്ന് 40 ഒട്ടകച്ചുമട് സാധനങ്ങൾ സമ്മാനമായി എടുത്തിരുന്നു. അവൻ വന്ന് എലീഷായോട് പറഞ്ഞു, നിന്റെ മകൻ സിറിയ രാജാവായ ബെൻഹദാദ് താൻ രോഗവിമുക്തനാകുമോ എന്നറിയാൻ എന്നെ നിന്റെ അടുത്ത് അയച്ചിരിക്കുന്നു. എലീഷ പറഞ്ഞു, തീർച്ചയായും രോഗവിമുക്തനാകുമെന്ന് പോയി അറിയിക്കുക. എന്നാൽ അവൻ നിശ്ചയമായും മരിക്കുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ അസ്വസ്ഥനാകുവോളം എലീഷ കണ്ണിമയ്ക്കാതെ അവനെ നോക്കി നിന്നു. പിന്നെ കരഞ്ഞു. ഹസയേൽ ചോദിച്ചു, പ്രഭോ, എന്തിനാണങ്ങ് കരയുന്നത്? അവൻ പറഞ്ഞു, നീ ഇസ്രയേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ട് തന്നെ. നീ അവരുടെ കോട്ടകൾ തീ വയ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചു കൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും. ഹസായേൽ ചോദിച്ചു, നിസാരനായ ഈ ദാസന് ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുമോ? എലീഷ പ്രതിവചിച്ചു, നീ സിറിയയിൽ രാജാവാകുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അനന്തരം അവൻ തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് മടങ്ങി. യജമാനൻ ചോദിച്ചു, എലീഷ എന്തു പറഞ്ഞു? അവൻ മറുപടി പറഞ്ഞു, അങ്ങ് നിശ്ചയമായും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവനൊരു പുതപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി രാജാവിൻ്റെ മുഖത്തിട്ടു. അങ്ങനെ അവൻ മരിച്ചു. ഹസയേൽ രാജാവായി. യൂദ രാജാവായ യഹോറാം. ഇസ്രയേൽ രാജാവായ ആഹാബിൻ്റെ പുത്രൻ യോറാമിൻ്റെ 5-ാം ഭരണവർഷം യൂദ രാജാവായ യഹോഷാഫാത്തിൻ്റെ പുത്രൻ യഹോറാം ഭരണമേറ്റു. അപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 കൊല്ലം ജെറുസലേമിൽ ഭരിച്ചു. ആഹാബിൻ്റെ ഭവനം ചെയ്തതുപോലെ തന്നെ അവൻ ഇസ്രയേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു. കാരണം ആഹാബിൻ്റെ പുത്രിയായിരുന്നു അവൻ്റെ ഭാര്യ. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു.
എങ്കിലും കർത്താവ് തൻ്റെ ദാസനായ ദാവീദിനെ പ്രതി യൂദായെ നശിപ്പിച്ചില്ല. കാരണം അവനും അവൻ്റെ പുത്രന്മാർക്കും പിൻഗാമി അറ്റുപോകുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അവൻ്റെ കാലത്ത് ഏദോം യൂദായുടെ കീഴിൽ നിന്ന് ഭിന്നിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു. അപ്പോൾ യെഹോറാം രഥങ്ങളോടുകൂടി സയീറിലേക്ക് കടന്നു. രാത്രിയിൽ അവനും രഥസൈന്യാധിപന്മാരും തങ്ങളെ വളഞ്ഞ ഏദോമ്യരെ ആക്രമിച്ചു. യൂദാ സൈന്യം തോറ്റു പിൻവാങ്ങി. അങ്ങനെ ഏദോം യൂദായുടെ ഭരണത്തിൽ നിന്ന് ഇന്നോളം വിട്ടുനിൽക്കുന്നു. ലിബ്നായും കലഹിച്ചു. യെഹോറാമിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യെഹോറാം മരിച്ചു. പിതാക്കന്മാരോടൊപ്പം ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ അഹസ്യ ഭരണമേറ്റു. യൂദാ രാജാവ് അഹസ്യ. ഇസ്രയേൽ രാജാവായ ആഹാബിൻ്റെ പുത്രൻ യോറാമിൻ്റെ 12-ാം ഭരണവർഷം യൂദാ രാജാവായ യെഹോറാമിൻ്റെ പുത്രൻ അഹസ്യ വാഴ്ച ആരംഭിച്ചു. അപ്പോൾ അഹസ്യായിക്ക് 22 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 1 വർഷം ഭരിച്ചു. അത്താലിയ ആയിരുന്നു അവൻ്റെ അമ്മ. അവൾ ഇസ്രയേൽ രാജാവായ ഓമ്രിയുടെ പൗത്രിയായിരുന്നു. അഹസ്യ ആഹാബിൻ്റെ വഴികളിൽ നടന്നു. ആഹാബിൻ്റെ ഭവനം ചെയ്തിരുന്നതുപോലെ കർത്താവിൻ്റെ മുൻപിൽ അവനും തിന്മ ചെയ്തു. കാരണം ആഹാബിൻ്റെ ഭവനത്തോട് അവൻ വിവാഹം വഴി ബന്ധപ്പെട്ടിരുന്നു. അവൻ സിറിയ രാജാവായ ഹസയേലിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹാബിൻ്റെ പുത്രൻ യോറാമിനോട് കൂടെ റമോത്ത് ഗിലെയാദിൽ പോയി. അവിടെ വെച്ച് സിറിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. സിറിയ രാജാവായ ഹസയേലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ റമായിൽ വെച്ച് സിറിയാക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താൻ യോറാം രാജാവ് ജസ്രയേലിലേക്ക് മടങ്ങി. യൂദാ രാജാവായ യെഹോറാമിൻ്റെ പുത്രൻ അഹസ്യ അവനെ സന്ദർശിക്കുന്നതിന് ജസ്രയേലിൽ ചെന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 9. യേഹു ഇസ്രയേൽ രാജാവ്. എലീഷ പ്രവാചകൻ പ്രവാചകഗണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, അരമുറുക്കി ഒരു പാത്രം തൈലമെടുത്ത് റമോത്ത് ഗിലെയാദിലേക്ക് പോവുക. അവിടെ എത്തി നിംഷിയുടെ പൗത്രനും യഹോശാഫാത്തിൻ്റെ പുത്രനുമായ യേഹുവിനെ അന്വേഷിക്കുക. അവനെ ഒറ്റയ്ക്ക് ഉള്ളറയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക. അവൻ്റെ തലയിൽ തൈലം ഒഴിച്ചുകൊണ്ട് പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രയേലിൻ്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്നോടുക. പ്രവാചകഗണത്തിൽപ്പെട്ട ആ യുവാവ് റാമോത്ത് ഗിലെയാദിലേക്ക് പോയി. അവൻ അവിടെ ചെന്നപ്പോൾ സൈന്യാധിപന്മാർ സഭ കൂടിയിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, സേനാധിപനെ ഒരു സന്ദേശം അറിയിക്കാനുണ്ട്. യേഹു ചോദിച്ചു, ഞങ്ങളിൽ ആർക്കാണ് സന്ദേശം? അവൻ പറഞ്ഞു, സേനാധിപ, അങ്ങേക്ക് തന്നെ. അവൻ എഴുന്നേറ്റ് വീട്ടിനുള്ളിലേക്ക് കടന്നു. യുവാവ് തൈലം അവൻ്റെ ശിരസിൽ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ കർത്താവിൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു. നീ നിന്റെ യജമാനനായ ആഹാബിൻ്റെ ഭവനത്തെ നശിപ്പിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ പ്രവാചകന്മാരുടെയും മറ്റു ദാസന്മാരുടെയും രക്തത്തിന് ജെസബേലിനോട് പ്രതികാരം ചെയ്യും. ആഹാബ് ഗൃഹം നശിക്കും. ആഹാബിൻ്റെ ഭവനത്തിന് ഇസ്രയേലിലുള്ള സ്വതന്ത്രനോ അടിമയോ ആയ സകല പുരുഷന്മാരെയും ഞാൻ സംഹരിക്കും. ആഹാബിൻ്റെ ഭവനത്തെ നെബാത്തിൻ്റെ പുത്രനായ ജെറോബാമിൻ്റെ ഭവനം പോലെയും ആഹിയായുടെ പുത്രനായ ബാഷായുടെ ഭവനം പോലെയും ആക്കി തീർക്കും. ജെസബേലിനെ നായ്ക്കൾ ജസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഭക്ഷിക്കും. ആരും അവളെ സംസ്കരിക്കുകയില്ല. അനന്തരം അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹു തൻ്റെ യജമാനൻ്റെ സേവകന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു, എന്താണ് വിശേഷം? ആ ഭ്രാന്തൻ എന്തിനാണ് നിന്റെ അടുത്ത് വന്നത്?
അവൻ പ്രതിവചിച്ചു, അവനും അവൻ്റെ സംസാര രീതിയും നിങ്ങൾക്ക് പരിചിതമാണല്ലോ. അവർ പറഞ്ഞു, അത് ശരിയല്ല, നീ ഞങ്ങളോട് പറയുക. അപ്പോൾ അവൻ പറഞ്ഞു, ഇസ്രയേലിൻ്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നുവെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നുവെന്ന് അവൻ എന്നോട് പറഞ്ഞു. അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു, യേഹൂ രാജാവായിരിക്കുന്നു, യോറാമിനെയും അഹസ്യായെയും വധിക്കുന്നു. നിംഷിയുടെ പൗത്രനും യഹോഷാഫാത്തിൻ്റെ പുത്രനുമായ യേഹൂ യോറാമിനെതിരെ ഗൂഢാലോചന നടത്തി. സിറിയ രാജാവായ ഹസേലിനെതിരെ റാമോത്ത് ഗിലെയാദിൽ യോറാം ഇസ്രയേൽ സൈന്യത്തോടൊത്ത് പാളയമടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ സിറിയ രാജാവായ ഹസയേലുമായി ഉണ്ടായ യുദ്ധത്തിൽ സിറിയാക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താനായി യോറാം രാജാവ് ജസ്രയേലിലേക്ക് മടങ്ങി വന്നിരുന്നു. യേഹൂ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെയാണെങ്കിൽ നഗരം വിട്ട് ആരും ജസ്രയേൽ പോയി വിവരം പറയാതിരിക്കട്ടെ. അനന്തരം യേഹൂ തേരിൽ കയറി ജസ്രയേലിലേക്ക് പോയി. യോറാം അവിടെ കിടക്കുകയായിരുന്നു. യൂദാ രാജാവായ അഹസ്യ യോറാമിനെ സന്ദർശിക്കാൻ വന്നിരുന്നു. ജസ്രയേൽ ഗോപുരത്തിലെ കാവൽക്കാരൻ യേഹൂവും കൂട്ടരും വരുന്നത് കണ്ട്, ഇതാ ഒരു സംഘം എന്ന് പറഞ്ഞു. ഒരു കുതിരക്കാരനെ അയച്ച് സമാധാനപരമായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് അവരോട് ചോദിക്കുക എന്ന് യോറാം പറഞ്ഞു. അങ്ങനെ ഒരുവൻ അവരുടെ അടുത്തേക്ക് കുതിരപ്പുറത്ത് പുറപ്പെട്ടു. അവൻ പറഞ്ഞു, സമാധാനത്തിലാണോ വന്നിരിക്കുന്നതെന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹൂ പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്തു ബന്ധം? എൻ്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ യോറാമിനോട് പറഞ്ഞു, ദൂതൻ അവരുടെ സമീപത്തെത്തി, എന്നാൽ മടങ്ങി വരുന്നില്ല. രണ്ടാമതും ഒരു കുതിരക്കാരനെ അയച്ചു. അവനും ചെന്നു പറഞ്ഞു, സമാധാനത്തിലാണോ വന്നിരിക്കുന്നതെന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹൂ പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്തു ബന്ധം? എൻ്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ വീണ്ടും അറിയിച്ചു, അവൻ അവിടെ എത്തി, എന്നാൽ മടങ്ങുന്നില്ല. നിംഷിയുടെ മകനായ യേഹുവിനെ പോലെ ഉഗ്രതയോടെയാണ് അവൻ രഥം ഓടിക്കുന്നത്. രഥമൊരുക്കാൻ യോറാം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. ഉടനെ ഇസ്രയേൽ രാജാവായ യോറാമും യൂദാ രാജാവായ അഹസ്യായും തങ്ങളുടെ രഥങ്ങളിൽ കയറി യേഹുവിനെ കാണാൻ പുറപ്പെട്ടു. ജസ്രയേൽക്കാരനായ നാബോത്തിൻ്റെ സ്ഥലത്തു വെച്ച് അവനെ കണ്ടുമുട്ടി. യോറാം, നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നിന്റെ അമ്മ ജസബെലിൻ്റെ വിഗ്രഹാരാധനയും ആഭിചാരവും ഇത്രയധികമായിരിക്കെ എങ്ങനെ സമാധാനമുണ്ടാകും? യോറാം കുതിരയെ തിരിച്ച് അഹസ്യ, ഇതാ രാജ്യദ്രോഹം എന്ന് പറഞ്ഞുകൊണ്ട് പലായനം ചെയ്തു. യേഹൂ യോറാമിനെ സർവശക്തിയോടും കൂടെ വില്ലുവലിച്ച് എയ്തു. അസ്ത്രം അവൻ്റെ തോളുകളുടെ മധ്യേ തുളച്ചു കയറി ഹൃദയം ഭേദിച്ചു. അവൻ തേരിൽ വീണു. യേഹൂ തൻ്റെ അംഗരക്ഷകൻ ബിദ്കാറിനോട് പറഞ്ഞു, അവനെ എടുത്തുകൊണ്ടുപോയി ജസ്രയേൽക്കാരനായ നാബോത്തിൻ്റെ ഭൂമിയിൽ എറിയുക. ഞാനും നീയും ഇരുവശങ്ങളിലും ആഹാവ് പിന്നിലുമായി സവാരി ചെയ്യുമ്പോൾ കർത്താവ് അവനെതിരെ അരുളിച്ചെയ്ത വചനം നീ ഓർക്കുക. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇന്നലെ ഞാൻ കണ്ട നാബോത്തിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും രക്തമാണ്. ഇവിടെ വെച്ച് തന്നെ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും. അതിനാൽ കർത്താവിൻ്റെ വാക്കനുസരിച്ച് അവനെ എടുത്തുകൊണ്ടുപോയി അവിടെ എറിയുക. യൂദാ രാജാവായ അഹസ്യ ഇത് കണ്ട് ബത്ഹഗാൻ ലക്ഷ്യമാക്കി ഓടി. യേഹൂ പിന്തുടർന്നു അവനെയും എയ്തു കൊല്ലുക എന്ന് പറഞ്ഞു. തേരോടിച്ചു പോകുന്ന അവനെ ഇബ്ലെയാമിന് സമീപമുള്ള ഗൂർ കയറ്റത്തിൽ വെച്ച് അവർ എയ്തു. അവൻ മെഗിദോയിലേക്ക് പലായനം ചെയ്തു, അവിടെ വെച്ചു മരിച്ചു. ഭൃത്യൻ അവനെ തേരിൽ കിടത്തി ദാവീദിൻ്റെ നഗരമായ ജെറുസലേമിൽ കൊണ്ടുവന്ന്
പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അടക്കി. ആഹാബിൻ്റെ മകനായ യോറാമിൻ്റെ 11-ാം ഭരണവർഷം അഹസ്യ യൂദായിൽ ഭരണമേറ്റു. ജെസബൽ വധിക്കപ്പെടുന്നു. യേഹു ജെസ്രയേലിന് എത്തിയെന്ന് ജെസബൽ കേട്ടു. അവൾ കണ്ണെഴുതി മുടി അലങ്കരിച്ച് കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. യേഹു പടി കടന്നപ്പോൾ അവൾ ചോദിച്ചു, യജമാനഘാതക സിമ്രി, നീ സമാധാനത്തിലോ വന്നിരിക്കുന്നത്? അവൻ കിളിവാതിലേക്ക് മുഖമുയർത്തി ചോദിച്ചു, ആരാണ് എൻ്റെ പക്ഷത്തുള്ളത്? 2-3 അന്തഃപുര സേവകന്മാർ അവനെ നോക്കി. അവൻ പറഞ്ഞു, അവളെ താഴേക്കെറിയുക. അവർ അങ്ങനെ ചെയ്തു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരപ്പുറത്തും ചിതറി. കുതിരകൾ അവളെ ചവിട്ടിത്തേച്ചു. യേഹു അകത്തു കടന്ന് ഭക്ഷിച്ച് പാനം ചെയ്തു. പിന്നെ അവൻ പറഞ്ഞു, ഇനിയും ശപിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യം നോക്കാം. അവളെ അടക്കം ചെയ്യണം, അവൾ രാജപുത്രിയാണല്ലോ. സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തികളുമല്ലാതെ അവർ ഒന്നും കണ്ടില്ല. അവർ മടങ്ങി വന്ന് വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, തൻ്റെ ദാസൻ തിശ്ബ്യനായ ഏലിയായിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനം ഇതാണ്. ജെസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വച്ച് ജെസബലിൻ്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും. ജെസബലിൻ്റെ ജഡം തിരിച്ചറിയാനാവാത്ത വിധം ജെസ്രയേലിലെ വയലിൽ ചാണകം പോലെ കിടക്കും. ഇതാണ് ജെസബൽ. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.